ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എല്ലാവരും വീക്കെൻഡായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വർക്കുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ലോങ്ങാണ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണം. സാധാരണ നമ്മൾ 8:30ക്കാണ് ബസ് കയറി പോകണമെങ്കിൽ ഇന്ന് നമ്മൾ 7:30ക്ക് ബസ് കയറി പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ബസ്സായി കയറി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നേരത്തെ ഇറങ്ങണം. പിന്നെ നിങ്ങളുടെ ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഓക്കെ ആണോ, ഹാപ്പി ആണോ എന്നുള്ളതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ ഞാൻ പിന്നെ ലേറ്റായില്ല, പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറിയത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണം. നമ്മൾ മൈദ കലക്കിയിട്ട് ദോശ പോലെ ഉണ്ടാക്കില്ല, അതുപോലെയാണ് ഉണ്ടാക്കണം. പിന്നെ പയറ് കറി. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പുറത്തുനിന്നാണ് കഴിക്കണം. അതെപ്പോഴും ഞാൻ കഴിക്കുന്നത് അത്ര ഹെൽത്തിയുമല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വീട്ടിലെന്താണോ ഉള്ളത് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ പിന്നെ ലേറ്റ് ആവുകയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും റെഡിയായി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നിന്നപ്പോഴത്തേക്കും ഫുഡ് സ്കിപ്പ് ചെയ്യും, എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് കഴിയും. ഞാൻ ഫുഡ് അധികം അങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് എൻ്റെ കഴിച്ച് കഴിയും. അപ്പോൾ ഫുഡ് റെഡിയായി. പിന്നെ അതിൻ്റെ തന്നെ ഓടിപ്പോയി റെഡിയായിട്ട് ഞാൻ ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് വന്നു. ഒരു 7:30 ആയപ്പോഴത്തേക്കും എന്തായാലും ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. പിന്നെ വർക്ക് നല്ല തകൃതിയായിട്ട് നടന്നു. അത്യാവശ്യം ഹെവി വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരണേന് പിന്നെ കൂടെ ഉള്ളവരെല്ലാവരും എൻ്റെ മുമ്പിൽ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണതുകൊണ്ട് പയ്യെ പുറകെ ഇങ്ങനെ നടന്നു. പിന്നെ അതിപ്പോൾ നമ്മൾ ബസ്സായി കയറി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത വിശപ്പില്ലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ ആഡംബരമൊന്നുമില്ല, സിമ്പിളായിട്ടാണ്. എക്സ്ട്രാ ആഡ് ചെയ്യണത് മുട്ട മാത്രമാണ്, വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. ഫസ്റ്റ് ഞാൻ മുട്ട വറുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മുട്ട ഇങ്ങനെ നമ്മൾ സ്ക്രംബിൾഡ് എഗ്ഗില്ലേ, അങ്ങനെ ചിക്കി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫ്രണ്ടും മോളും കൂടി വന്നത്. ഫ്രണ്ട് മാത്രമല്ല, പുള്ളിക്കാരത്തി നെയ്ബർ, അങ്ങനെ എല്ലാം കൂടിയാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന് അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് അതും പൊട്ടിപ്പോയി. എന്തായാലും പൊട്ടിക്കാനുള്ളതാണ്, അപ്പോൾ അത് പൊട്ടിയും പോയി. അപ്പം അങ്ങനെ അവളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണ അതിൻ്റെ ഇടയിലാണ് കുക്കിങ് കേട്ടോ. പിന്നെ അധികം ഡീറ്റെയിലായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരത്തിനെ കാണുന്നത്. പക്ഷേ ഫുഡ് ഉണ്ടാക്കണത് തിരക്കിൻ്റെ ഇടയിൽ ഒന്നും മര്യാദക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു നബാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ന്യൂഡിൽസാണ് കേട്ടോ എടുത്തത്. അത് നമ്മൾ ഫിലിമൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും തിയേറ്ററിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ചീസി പോപ്കോണില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ യൂഷ്വലി കഴിക്കണേന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണോണ്ടിട്ട് എന്തായാലും ബുക്ക്സ് വായിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കാണ് വായിക്കണം. അങ്ങനെ സ്റ്റോറിയൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കയറി കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.